ശ്രീകൃഷ്ണാർപ്പണമായി വരേണമഖിലം ചിന്തിപ്പതും ചൊൽവതും ചെയ്തിടുന്നതും ഉള്ളിലാഗ്രഹമുറന്നീടായിക മറ്റൊന്നിലും പീലിപ്പൊന്മുടിമാലയും മുരളിയും പൂണ്ടേറെ മിന്നിടുമീ ബാലബ്രഹ്മമകക്കുരുന്നിൽ വിളയാടണം നമുക്കങ്ങനെ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സാന്ദ്രാനന്ദാമോധാത്മകമനുപമിതം കാലദേശാമതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണൻ സഖിയാകിയ പാണ്ഡവന്റെ ഭാരിച്ച ദുർമതമടക്കി വരം കൊടുത്ത കിരാതരൂപധരിയാകിയ ചന്ദ്രചൂടൻ കാരുണ്യമെങ്കൽ അരുളിയിടുക സർവകാലം. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപദ്മേ തയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹുഃ. ജഗദംബികാ സ്മരണം ശ്രീമഹാദേവ്യേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാ ഭക്തജനങ്ങൾക്കും എന്റെ വിനീത നമസ്കാരം. ശ്രീമൻ നാരായണീയത്തില് 89ാമത്തെ ദശകത്തോടു കൂടിയിട്ട് ഭാഗവതത്തിലത്തെ കഥകളൊക്കെ അവിടെ അവസാനിക്കും. പിന്നെ 90 തൊട്ടിട്ട് 100 വരെ അത് 11 ദശകങ്ങള്. അതിലെ കഥയല്ല പറയണത്. 90ാമത്തെ ദശകത്തില് വിഷ്ണുവിന്റെ മാഹാത്മ്യം നമ്മൾ കണ്ടു. ഭാഗവതം വൈഷ്ണവ ഗ്രന്ഥം. ഭാഗവതത്തിന്റെ സംഗ്രഹമാണ് നാരായണീയം. അതുകൊണ്ട് ത്രിമൂർത്തികളിലും മറ്റ് ദേവന്മാരെക്കാളും എല്ലാം വിഷ്ണുവിനാണ് മഹത്വം. സാത്വിക മൂർത്തിയാണ്, വിഷ്ണുവിനാണ് മഹത്വം എന്നുള്ളത് അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞ് 91ാമത്തെ ദശകത്തില് ഭക്തിയുടെ മാഹാത്മ്യത്തെ പറ്റി പറയുന്നു. ഭക്തി എന്നുള്ളത് എല്ലാത്തിനും ഒരു ഫെനേസ്യ ആണ്. എല്ലാ രോഗങ്ങളും, മനസ്സിന്റെ രോഗങ്ങളാണെങ്കിലും ശരീരത്തിന്റെ രോഗങ്ങളാണെങ്കിലും എല്ലാം എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെല്ലാത്തിനും ഒരു സമാധാനമായിട്ട് നമുക്ക് ഈ കലികാലത്ത് മുറുക്കെ പിടിക്കാവുന്നതാണ് ഭക്തി. 91ാമത്തെ ദശകത്തിൽ അതിനെപ്പറ്റി പറഞ്ഞു. 92ാമത്തെ ദശകത്തില് കർമ്മമിശ്ര ഭക്തി എന്നാണ് പറയുന്നത്. കർമ്മമിശ്ര ഭക്തിയെ കുറിച്ചാണ്. അതായത് ഭക്തിയെ പറ്റി പറയുന്നുണ്ട്. അത് നമ്മൾ 91 കേട്ടു. ഇവിടെ ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തില് നമുക്ക് ഭക്തിയെ പെർസ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അതില് ചില മാർഗങ്ങളെ ഇവിടെ പറയുന്നു. കർമ്മമിശ്ര ഭക്തി എന്ന് പറയുന്നു. ഭക്തി നമ്മൾ എങ്ങനെ കർമ്മത്തിലൂടെ നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകും. കർമ്മത്തിലൂടെ നമുക്ക് ഭക്തിയെ പ്രകടിപ്പിക്കണ്ട, പക്ഷെ നമുക്ക് പലപ്പോഴും ഭക്തിയെ നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ, നമുക്ക് ഭക്തിയെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് ചില കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിന് ആ ഭക്തിക്ക് കൂടുതലൊരു നൈരന്തര്യം കിട്ടും. നൈരന്തര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിമിഷത്തിലുണ്ടായി അടുത്ത നിമിഷത്തിൽ പോകുന്നത് പോലെയല്ല, അതിനൊരു തുടർച്ച കിട്ടും. അപ്പൊ അതിനു വേണ്ട ചില കർമ്മങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അതേപറ്റിയാണ് 92ാമത്തെ ദശകത്തിൽ പറയുന്നത്. 10 ശ്ലോകങ്ങള് ശ്രദ്ധര വൃത്തമാണ്. കുറച്ച് വലുപ്പമുള്ള ശ്ലോകങ്ങളാണ്. 1ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. വേദൈ സർവാണി കർമാണ്യഫലപരതയാ വർണ്ണിതാനീതി ബുദ്ധ്വാ താനി
ത്വയ്യർപ്പിതാന്യേവ ഹി സമനുചരന്യാനി നൈഷ്കർമ്യമീശ മാ ഭൂദ്വേദൈർനിഷിദ്ധേ കുഹചിദപി മനഃകർമ്മവാചം പ്രവൃത്തേർ ദുർവർജം ചേതവാപ്തം തദപി ഖലു ഭവത്യർപ്പയേ ചിത്പ്രകാശേ. വേദത്തില് പല കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടി നമുക്ക് ആഹ്വാനം കിട്ടുന്നുണ്ട്. വേദത്തിലെ കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം. ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത് അതിന്റെ ഉപനിഷത് ഭാഗത്തെയൊക്കെയാണ്. അത് നമുക്ക് ചിന്തനത്തിന് വിധേയമാക്കേണ്ടതാണ്. അതിൽ പറഞ്ഞ തത്വങ്ങൾ നമുക്ക് മനനം ചെയ്യാം, ചിന്തനം ചെയ്യാം. അതൊക്കെ ദാർശനിക സ്വഭാവമുള്ളതാണ്. സത്യത്തെ നമുക്ക് കാണിച്ചു തരുന്നതാണ് അത്. അതേസമയം വേദത്തിലെ യാഗങ്ങൾ എങ്ങനെ ചെയ്യണം, മറ്റു പല കർമ്മങ്ങളും നമ്മൾ എങ്ങനെ അനുഷ്ഠിക്കണം എന്നതൊക്കെ പറയുന്നുണ്ട്. അതിനെ നമ്മൾ വൈദിക കർമ്മം എന്ന് പറയും. അപ്പോ വൈദിക കർമ്മങ്ങൾ പലതും മനുഷ്യര് സാധാരണ ചെയ്യാറുള്ളത് ഫലം ഉദ്ദേശിച്ചിട്ടാണ്. സ്വർഗത്തിൽ പോകണം, അതിനു വേണ്ടി ഒരു യാഗം. കുട്ടികൾ ഉണ്ടാവണം, അതിനു വേണ്ടി ഒരു യാഗം. പുത്രകാമേഷ്ടി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കാൻ വേണ്ടി പലതിനും ഉദ്ദേശത്തോടു കൂടിയിട്ട് സാധാരണ ജനങ്ങൾ ചെയ്യാറുണ്ട്. അതിന് വേദത്തിൽ തന്നെ ഓരോ കർമ്മത്തിനും ഫലശ്രുതി പറയുന്നുണ്ട്. ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഗുണം കിട്ടും, ഇന്ന ഫലം കിട്ടും എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ആചാര്യന്മാരെപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്, കർമ്മത്തിന് ഫലശ്രുതി പറയുന്നത് ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ചെറിയ കുട്ടികളോട് കഷായം മുന്നിൽ വെച്ചിട്ട് പറയും, ഈ കഷായം കുടിച്ചു കഴിഞ്ഞാൽ ഈ ശർക്കര തരാം നിനക്ക്, അതുകൊണ്ട് ഈ ശർക്കര കിട്ടും എന്ന് വിചാരിച്ചിട്ട് കുട്ടി വേഗം കഷായം കുടിക്കും. ശർക്കര എന്നുള്ള ഒരു ടെംപ്റ്റേഷൻ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ടില്ലെങ്കിൽ കുട്ടി ഒരുപക്ഷെ കഷായം കുടിക്കില്ല. കഷായം കുടിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് രോഗം മാറാൻ വേണ്ടി കഷായം കുടിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി അത് ശ്രദ്ധിക്കില്ല. ഇങ്ങനെ നമുക്കും പലപ്പോഴും ബാലിശമായിട്ടുള്ള ബുദ്ധിയുണ്ട്. കുട്ടികളെ പോലെയാണ് നമ്മളും ചിന്തിക്കുക, ഇത് ചെയ്താൽ എന്ത് കിട്ടും, കർമ്മം ചെയ്താൽ മനഃശുദ്ധി കിട്ടും എന്ന് പറഞ്ഞാൽ ആരും അത് ചെയ്യില്ല, ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അതേസമയം ഇന്ന കർമ്മം ചെയ്താൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവും, ധനമില്ലാത്തവർക്ക് ധനം കിട്ടും എന്നൊക്കെ പറഞ്ഞാല് ജനങ്ങൾ അത് ചെയ്യും. ഇതിനു വേണ്ടിയാണ് വേദത്തില് കർമ്മത്തിന് ഫലശ്രുതി പറയുന്നത്. വാസ്തവത്തില് ഫലം ആഗ്രഹിച്ചിട്ടല്ല കർമ്മം ചെയ്യേണ്ടത് എന്നത് വേദം നമ്മെ പലയിടത്തും ഓർമ്മിപ്പിക്കുന്നുണ്ട്. വേദൈ സർവാണി കർമ്മണി അഫലപരതയാ, ഫലമില്ലാതെ ചെയ്യാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ വേദം നമ്മെ ഉപദേശിക്കുന്നത്. അങ്ങനെയാണ് നമ്മെ ബോധിപ്പിക്കുന്നത്. ഹി സമനുചരൻ യാനി നൈഷ്കർമ്യമേശ. എല്ലാം എന്നാലും പലപ്പോഴും ജനങ്ങൾക്ക് ഫലേച്ഛയോട് കൂടിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും ചെയ്യുന്ന കർമ്മങ്ങള് ഭഗവാന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ചെയ്യാം. ഫലത്തിൽ തന്നെ കണ്ണു വെച്ചുകൊണ്ട് ചെയ്യുന്നതിന് പകരം കർമ്മം ചെയ്യാൻ തുടങ്ങുന്നത് അതുകൊണ്ടായിരിക്കും. പക്ഷെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ ഭഗവാന് സമർപ്പിക്കണം. അങ്ങനെയല്ലേ പിന്നെ ഓരോന്നും സമർപ്പിക്കുന്ന സമയത്ത് ഇതം ന മമ എന്ന് പറയുന്നത് എന്താണ്? ഇതം ന മമ, ഇത് എനിക്കുള്ളതല്ല, ഇതെനിക്ക് വേണ്ടിയുള്ളതല്ല, ഇതെന്റേതല്ല എന്ന് പറഞ്ഞത് എനിക്കായിക്കൊണ്ടല്ല എന്ന് പറഞ്ഞിട്ട് വേണം എല്ലാം സമർപ്പിക്കാൻ. ഇത് ഈശ്വരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു മിനിറ്റ് നേരമെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണ്ടേ? അങ്ങനെ ഒന്ന് ഇറങ്ങി നിന്ന് ചിന്തിച്ചിട്ട് ഭഗവാന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നൈഷ്കർമ്മ്യത്തിന്റെ ഗുണം കിട്ടും. സാധാരണ പറയും, എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും നൈഷ്കർമ്മ്യമായിരിക്കണം അതിന്റെ അന്തർധാര. അതായത് നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലേച്ഛയില്ലാതെ ചെയ്യുമ്പോ ഈ ചെയ്തതില് ദോഷമുണ്ടെങ്കിൽ അതും നമ്മെ ബാധിക്കില്ല. അതിൽ ഗുണമുണ്ടെങ്കിൽ ആ ഗുണം അനുഭവിക്കാൻ വേണ്ടി പലരും രോഗം വന്നാലും മരിച്ചു പോവാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ രോഗത്തിനിടയിലും അവർക്ക് ചില കാര്യങ്ങൾ പണ്ട് പുണ്യം ചെയ്തത്
അതിന്റെ ഫലം അനുഭവിക്കണം. അങ്ങനെയുള്ള രോഗത്തിന്റെ ഇടയിൽ രോഗം ദുഷ്കർമ്മം കൊണ്ടായിരിക്കും. പക്ഷെ പുണ്യം ചെയ്തിട്ടുണ്ട്. ഈ രോഗത്തിനിടയിലും അതിന്റെ പുണ്യത്തിന്റെ ഫലം അവർക്ക് പലപ്പോഴും കിട്ടും. അതിനുവേണ്ടി അവർക്ക് ജീവിച്ചിരിക്കേണ്ടി വരും. രണ്ടും പോകുന്ന സമയത്ത്, തുല്യമാവുന്ന സമയത്ത് ബാലൻസ് ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാലല്ലേ ഇവിടുന്ന് പോവാൻ വേണ്ടി പറ്റൂ. പക്ഷെ നമുക്കത് ഭഗവാന് വേണ്ടി സമർപ്പിച്ച് ചെയ്യുമ്പോൾ അതിന് നൈഷ്കർമ്മ്യത്തിന്റെ മഹിമ വരും. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടൊക്കെ, കലികാലമല്ലേ, ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ചില ദോഷങ്ങൾ വരുത്തി വെക്കുന്ന കർമ്മങ്ങളാണ്. അങ്ങനെ അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഭാഗങ്ങളാണ്. അത് നമുക്ക് ഒഴിവാക്കാനും പറ്റുകയില്ല എന്നാണെങ്കിൽ, ദുർവർജം, നമുക്കതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അതുപോലും ഭഗവാന് സമർപ്പിച്ച് ചെയ്താൽ അതിൻ്റെ കൽമഷം, അതിന്റെ കറ, അതുപോലും ഭഗവാൻ നമ്മളുടെ ഉള്ളിലിരുന്നിട്ട് ഇല്ലാതാക്കി തരും. ഭഗവാൻ എന്താണ് ചെയ്യാൻ പറ്റാത്തത്? നമുക്കല്ലേ ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം എന്നുള്ളതൊക്കെ. ആ ഫലം തരാനും തരാതിരിക്കാനും ഭഗവാന് കഴിവുണ്ടല്ലോ. അപ്പൊ ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ ഇരുന്നിട്ട് അങ്ങനെയുള്ള നശിപ്പിക്കേണ്ട കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെ നശിപ്പിച്ചു തന്നോളും. യസ്ത്വന്യ കർമ്മയോഗസ്തവ ഭജനമയസ്തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃശതി ഹൃദി മൃതി വാപി വാ ഭാവയിത്വാ പുഷ്പൈർഗന്ധൈർനിവേദ്യൈരപി ച വിരചിതൈ ശക്തിതോ ഭക്തിപൂതൈർ നിത്യം വര്യാം സപര്യാം വിധദദൈ വിഭോ ത്വൽ പ്രസാദം ഭജേയം. ശ്രീമദ് ഭാഗവതത്തില് 11ാമത്തെ സ്കന്ധത്തില് മുഴുവനും ഭഗവാന്റെ ഉപദേശമാണ്. 11ാമത്തെ സ്കന്ധത്തിന്റെ അവസാനാണ് ഭഗവാന്റെ സ്വധാമഗമനം. സ്വർഗപ്രാപ്തി എന്ന് പറയരുത്, സ്വർഗഗമനം എന്ന് പറയരുത്, ഭഗവാന്റെ സ്വർഗയാത്ര എന്ന് പറയരുത് എന്ന് ആചാര്യന്മാർ ഓർമ്മിപ്പിക്കാറുണ്ട്. കാരണം ഭഗവാൻ ഈ ഭൂമി വിട്ടു പോണത് സ്വർഗത്തിലേക്കല്ല. അതൊക്കെ ഇവിടെ ജനിച്ച് ഇവിടെ കർമ്മം ചെയ്തിട്ടുള്ള ചിലർക്ക് താമസിക്കാനുള്ള ഒരു ഇടത്താവളമാണ്, ഇടക്കാല താവളമാണ്. ഭഗവാന്റെ അവസ്ഥ അതിലൊക്കെ എത്രയോ ഉപരിയാണ്. അതുകൊണ്ട് ഭഗവാൻ സ്വധാമഗമനം ചെയ്യുന്നു. അവതാരം ഉപസംഹരിച്ചിട്ട് ഗമനം ചെയ്യുന്നു എന്നുള്ളതാണ് സാധാരണ നിലയിൽ പറയേണ്ടത്. അങ്ങനെ ഭഗവാൻ 11ാമത്തെ സ്കന്ധത്തിൽ അവസാനം നമ്മൾ അതാണ് കാണുന്നത്. അതുവരെ ഭഗവാൻ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദശമസ്കന്ധത്തോടു കൂടി കഥകൾ കഴിയും. പിന്നെ ഭഗവാൻ ഉപദേശം കൊടുക്കുന്ന സമയത്ത് ചില കഥകൾ സൂചിപ്പിക്കുന്നു മാത്രം. ഭഗവാൻ ആർക്കാണ് ഉപദേശം കൊടുക്കുന്നത്? ഉദ്ധവൻ അറിഞ്ഞു ഭഗവാൻ തന്റെ ഈ മർത്യ നാടകം, മനുഷ്യ നാടകം അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഭഗവാന്റെ അടുത്ത് ഓടി വന്നിട്ട് പറയും, ഭഗവാൻ അങ്ങനെ സ്വധാമ ഗമനത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അവിടെ വന്നിട്ട് പറയും, ഹേ ഭഗവാനെ, അവിടുന്ന് എന്നെ വിട്ടു പോണത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഒരു നിമിഷം പോലും എനിക്ക് അവിടുത്തെ അടുത്തിരിക്കാതെ പറ്റില്ല. അപ്പൊ എല്ലാ യാദവന്മാരും ഇല്ലാതാവാൻ വേണ്ടി പോവാണ്. ഒരാള് മാത്രം ബാക്കിയായിരുന്നു, വളരെ കുറച്ചു പേര് മാത്രം. അതിൽ ഉദ്ധവനുണ്ട്. ഉദ്ധവന് ഇനി ദ്വാരകയിൽ താമസിക്കണ്ട, ദ്വാരക കടലെടുത്ത് പോവാൻ വേണ്ടി പുറപ്പെടുകയാണ്. അതുകൊണ്ട് ഉദ്ധവനോട് പറയാണ്, ഉദ്ധവ, അങ്ങ് വേഗം ബദരികയിലേക്ക് പോവൂ. അവിടെ പോയിരുന്ന്, പരിശുദ്ധമായിട്ടുള്ള അന്തരീക്ഷമാണ്, അളകനന്ദയെ കണ്ടുകൊണ്ട് ബദരിയിൽ ഇരുന്നിട്ട് അങ്ങ് തപസ് ചെയ്യൂ. എന്താണ് ബദരിയുടെ പ്രാധാന്യം? ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ഈ ഹിമാലയത്തിലുള്ള ഈ ഭാഗവതത്തിന്റെ ഉത്തര ഭാഗത്തുള്ള, അതായത് വടക്കേ അറ്റത്തുള്ള ബദരികയില് നരനാരായണന്മാരാണ് ഭാരതത്തിന്റെ ഇഷ്ടമൂർത്തികള്. നരനും നാരായണനും. അത് ദ്വാപര യുഗത്തിൽ പറയുകയാണെങ്കിൽ അത് കൃഷ്ണാർജുനന്മാരാണ്. കൃതയുഗത്തിൽ പറയുമ്പോൾ അത് നരനാരായണന്മാരാണ്, നരനും നാരായണനും. അവരവിടെ ഇരുന്ന് നിതാന്ത തപസ് ചെയ്യാണ് ഭാരതത്തിന് വേണ്ടിയിട്ട്, ഭാരതത്തിന്റെ ഈ ധർമ്മം കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നിട്ട് ആ നരനാരായണമൂർത്തികളുടെ സാന്നിധ്യത്തില് അവിടെ ഇരുന്ന് ഉദ്ധവ അങ്ങും തപസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ കൊടുക്കുന്ന ഉപദേശങ്ങളാണ്.
ആ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ 11ാമത്തെ സ്കന്ധത്തില് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ശ്രീ വസുദേവര്, ഭഗവാന്റെ അച്ഛൻ, നാരദ മഹർഷിയോട് ചോദിക്കുകയാണ് ചില ഉപദേശങ്ങളൊക്കെ. അതായത് എന്തൊക്കെയാണെങ്കിലാണ് നമ്മളുടെ മനസ്സിലെ ഭയമെല്ലാം അവസാനിച്ച്, ഭീതിയെല്ലാം അവസാനിച്ച്, ദുഃഖമെല്ലാം അവസാനിച്ചിട്ട് ശാശ്വതമായിട്ടുള്ള സുഖം കിട്ടുക? ഭഗവത് പ്രാപ്തി എങ്ങനെയാണ്? ഭഗവാൻ പുത്രനായിട്ട് വന്നിട്ടുണ്ട്, എന്നാൽ പോലും ഭഗവാനെ കണ്ണുകൊണ്ട് ധാരാളം കണ്ടു, ഭഗവാന് സ്നേഹം ധാരാളം കൊടുത്തു. എന്നാലും ഒരു മനുഷ്യന്റെ ജീവിത ചക്രം അതുകൊണ്ട് പൂർത്തിയാവില്ല. ധാരാളം മനനം ചെയ്തിട്ട് നമുക്ക് ഭഗവത് തത്വം നമ്മളിങ്ങനെ ഉള്ളിൽ അത് അങ്ങനെ വിളങ്ങി നിൽക്കണം. അത് ഉദ്ദേശിച്ചിട്ട് ശ്രീനാരദ മഹർഷി ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് നിമി ചക്രവർത്തി ഒരു യാഗം ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അവിടെ നവയോഗികൾ വന്നു. ഋഷഭദേവന്റെ 100 കുട്ടികളില് 9 വിശിഷ്ടരായിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ള 9 മക്കളാണ് നവയോഗികള്. അവര് ലോകം മുഴുവൻ സഞ്ചരിച്ച് സതുപദേശം കൊടുത്ത് ജനങ്ങളെ നല്ല മാർഗത്തിലേക്ക് അവർ നയിക്കും. ആ യാഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നവയോഗികൾ വന്നപ്പോ അവിടെ യാഗത്തിലെ യജമാനനായിരുന്ന നിമി ചക്രവർത്തി, ഋത്വിക്കുകളും ഹോതാക്കളും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നവയോഗികളെ സ്വീകരിച്ച്. കാരണം എന്താ വെച്ചാൽ കാണുമ്പോ അഗ്നിജ്വാലകളാണോ, അഗ്നിയുടെ വിവിധ ഭാവങ്ങളാണോ, അതോ സനത്കുമാരാദികളാണോ? അത്രയും വലിയ ഒരു പ്രകാശം ചൊരിയുന്ന ഒരു വ്യക്തിത്വം. അവരെ ഇരുത്തി ചില ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് സുവർണാവസരാണ്, യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കർമ്മം എവിടെയോ നമ്മൾ വേറെ ഭാഗവതത്തിൽ വേറൊരു സ്ഥലത്ത് കാണുന്നുണ്ട്. യാഗം തുടർച്ചയായിട്ട് ചെയ്യുന്നവര് സൂതനോട്, ശൗനകാദികളൊക്കെ പറയുന്നുണ്ട്, യാഗം ചെയ്ത് അവിടെ ധാരാളം പുക ഉണ്ടായിരിക്കും. വസ്തുക്കൾ പലതും ഹവിസ് ഹോമിക്കുന്ന സമയത്ത് പുക ഉണ്ടായിരിക്കും. ഈ പുക കൊണ്ട് ഞങ്ങളുടെ കണ്ണ് കലങ്ങിപ്പോയിരിക്കുന്നു. അതിനൊക്കെ താത്വികമായിട്ടുള്ള അർത്ഥമുണ്ട്. കർമ്മം ചെയ്ത് ഞങ്ങളുടെ കണ്ണ് കലങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ദർശനത്തിന് ഉതകാത്ത വിധത്തിലായി ഞങ്ങളുടെ കണ്ണ്. അതായത് കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഞങ്ങളുടെ ശരിയായിട്ടുള്ള സത്യം കാണാനുള്ള കഴിവില്ലാതെയായി എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ യാഗത്തിന്റെ വേളയിൽ ഏറ്റവും കേൾക്കേണ്ടതാണ്, നമ്മളുടെ കർമ്മജടിലമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കേട്ടിരിക്കേണ്ടതാണ് ഭഗവത് തത്വം. അത് ചോദിക്കുന്ന സമയത്ത് നിമി ചക്രവർത്തിയോട് നവയോഗികള് തത്വങ്ങൾ പലതും പറഞ്ഞു കൊടുക്കും. നിമി ചക്രവർത്തി ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരാൾ പറയും. ആ പറയുന്ന ഉത്തരത്തിൽ നിന്നാണ് 2ാമത്തെ ചോദ്യം. അത് നിമി ചക്രവർത്തിയുടെ മനസ്സിൽ ആ ചോദ്യം വരുന്നത്. അപ്പൊ അത് ചോദിക്കും. അതിനുള്ള ഉത്തരം പിന്നെ ചോദ്യങ്ങൾ ചോദിക്കും. ചില സമയത്ത് ചിലപ്പോൾ ഒരു ചോദ്യമായിരിക്കും. 2ാമത്തെ ആള് അതിന് ഉത്തരം പറയും, യോഗി. അങ്ങനെ ആണ് ഈ 9 യോഗികളും അവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടത്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെയാണ് കുറേയൊക്കെ ഈ അധ്യായങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ എന്താണ് പറയണത്? ഏതൊരു വ്യക്തിക്കും ഒരു ഇഷ്ടമൂർത്തി ഉണ്ടായിരിക്കും. ആ ഇഷ്ടമൂർത്തിയെ നമുക്ക് സഗുണമായിട്ട് ആരാധിക്കാം. നിരാകാരമായിട്ട് നിർഗുണമായിട്ട് ആരാധിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതല്ലേ നമുക്ക് വളരെ എളുപ്പം. ഒരു പൂജാമുറി, അവിടെ ഒരു ഭഗവാന്റെ ചിത്രം അല്ലെങ്കിൽ പ്രതിമ, നമ്മളൊരു അമ്പലത്തിൽ പോകണം, അവിടെ ഭഗവാന്റെ ഒരു പ്രതിമ, ശിലാവിഗ്രഹം കാണണം. ഇനി അതല്ലെങ്കിൽ നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്, ഒരു തീർത്ഥത്തിൽ പോകണം, അവിടെ നമ്മളൊരു കുളം കാണുന്നു, അതൊരു തീർത്ഥമാണ്. ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ലക്ഷ്യങ്ങളും സങ്കേതങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഉപാസന വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവാം. അതാണ് ഇവിടെ പറയുന്നത്. യസ്ത്വന്യ കർമ്മയോഗസ്തവ ഭജനമയസ്തത്ര ചാഭീഷ്ടമൂർത്തിം. നമുക്ക് ഈ കർമ്മം ചെയ്യുക, ഇവിടെ കർമ്മം എന്നുള്ളത് നമ്മളുടെ നിത്യജീവിതത്തിലത്തെ സാധാരണ കർമ്മങ്ങളെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ഇപ്പോ ഒരു ഓഫീസിലിരുന്ന് ജോലി ചെയ്യുക, വീട് പണിയുക, പിന്നെ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തി കൊണ്ടുപോവുക, അങ്ങനത്തെ കർമ്മത്തെ പറ്റിയല്ല ഇവിടെ പറയണത്. ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ വൈദികമായിട്ടുള്ള യാഗങ്ങളെ പറ്റി, അത് അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് കേട്ടു. ഇനി താന്ത്രികമായിട്ടുള്ള പൂജകള്, ക്ഷേത്രത്തിൽ ചെയ്യുന്ന പൂജകള് അല്ലെങ്കിൽ വീട്ടില് പൂജാമുറിയിൽ ചെയ്യുന്ന പൂജകള്,
താന്ത്രിക വിധി പ്രകാരം നമ്മൾ ചെയ്യുന്ന പൂജകള്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ഇഷ്ടമൂർത്തിയായി ഒരു പ്രതിമ നമ്മളുടെ മുമ്പിൽ വെക്കാം. അതല്ലെങ്കിൽ ഒരു ചിത്രം നോക്കാം. അതല്ലെങ്കിൽ ഒരു കളം വരയ്ക്കും. ഇപ്പോ ക്ഷേത്രങ്ങളിലൊക്കെ കളം പാട്ടുണ്ടാവും ഭഗവതിയെ ഉദ്ദേശിച്ചിട്ട്. അല്ലെങ്കിൽ വേട്ടേക്കരനെ ഉദ്ദേശിച്ചിട്ട് വേട്ടേക്കരന്റെ പൊടി കൊണ്ട് മഞ്ഞൾ പൊടിയും മറ്റ് നിറമുള്ള പൊടികളൊക്കെ ഉപയോഗിച്ച് നിലത്തൊരു കളം വരച്ചിട്ട് നമുക്കത് ഭഗവാനായിട്ട് നമ്മൾ സങ്കല്പിക്കും. അപ്പൊ അങ്ങനെ ഇഷ്ടമൂർത്തിയെ എവിടെയൊക്കെ സ്ഥാപിക്കാം? നമുക്ക് ദൃശതി, അതായത് കല്ലില് സങ്കല്പിക്കാം. പിന്നെ മൃതി, മണ്ണില്, മണ്ണ് കൊണ്ട് കുഴച്ചുണ്ടാക്കാം. നമുക്ക് തന്നെ ഉണ്ടാക്കാം. മണ്ണ് കൊണ്ട് കുഴച്ചുണ്ടാക്കി നമ്മൾ ഓണത്തിന് ചെയ്യാറുണ്ടല്ലോ. ഓണത്തിന് നമ്മൾ തന്നെ വീടുകളിൽ മണ്ണ് കുഴച്ചിട്ട് തൃക്കാക്കരയപ്പനെ വെച്ചിട്ട് പൂജിക്കും. അപ്പൊ നമ്മൾ അവിടെ കാണുന്നത് ആരെയാണ്? വാമനമൂർത്തിയാണ് നമ്മൾ അവിടെ തൃക്കാക്കരയപ്പനിൽ കാണുന്നത്. പിന്നെ ഇങ്ങനെ പലതും നിലത്ത് കളം വരച്ചിട്ട് പിന്നെ അതല്ലെങ്കിൽ മണല് കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ രൂപമായിട്ട് വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പല തരത്തിലും നമുക്ക് ഭഗവാനെ സങ്കല്പിക്കാം. അതിലേറ്റവും മനസ്സിൽ തട്ടുന്ന വിധത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഹൃതി. നമ്മളുടെ മനസ്സിൽ ഒരാള് തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു നഗരത്തില് കുറെ പേരുടെ ഒപ്പം ഒരു മുറി പങ്കുവെച്ച് ജീവിക്കുകയാണെന്ന് വിചാരിക്കൂ. അയാൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് അയാളുടെ ഹൃദയത്തില് ഇഷ്ടമൂർത്തിയെ കാണാം. ഇത് ഭാഗവതത്തിലും പറയുന്നുണ്ട്. അത് മൃണ്മയി ആവാം. മൃണ്മയി എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയതായിരിക്കാം. അതല്ലെങ്കിൽ മനോമയി ആയിരിക്കാം. മനോമയി എന്നുള്ള വാക്ക് അവിടെ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഹൃദി എന്ന് പറയുന്നു, ഹൃദയത്തില്. അവിടെ മനോമയി എന്ന് പറയുന്നു. ദാരുമയി എന്ന് പറഞ്ഞ എന്താണ്? പല ദേവീക്ഷേത്രങ്ങളിലും വിഗ്രഹം ദാരുമയി, മരത്തിന്റെ കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. ഇപ്പൊ ഭുവനേശ്വരില് ഭഗവാൻ ശ്രീകൃഷ്ണനും സുഭദ്രാദേവിയും ബലരാമസ്വാമിയും മരം കൊണ്ടുണ്ടാക്കിയതാണ് ദാരുമയി. ദാരുമയി ആവാം, അതല്ലെങ്കിൽ മനോമയി ആവാം. ആ മനോമയി എന്നുള്ളത് അത് എന്തൊരു വലിയൊരു സാങ്ഷനാണ് തരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നമുക്ക് പുഷ്പം, ഗന്ധം, നൈവേദ്യം. സാധാരണ ഒരു പൂജ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലാണെങ്കിൽ ചിത്രങ്ങൾക്ക് പ്രതിമ നമ്മൾ വെള്ളം ഒഴിക്കില്ല. നമുക്ക് വെള്ളം ഒഴിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ, അതായത് അഭിഷേകം ചെയ്യണം നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു ചെറിയ വെള്ളത്തെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ചെറിയ വിഗ്രഹം വയ്ക്കും. എന്നിട്ട് സാധാരണത്തെ ഒരു പൂജയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? അതില് വിളക്ക് കൊളുത്തും. വിളക്ക് കൊളുത്തുന്നത് അഗ്നി തത്വമാണ്. ഈ ദീപനാളം അഗ്നിയെ റെപ്രസെന്റ് ചെയ്യുന്നു. അഗ്നി എന്താണ്? പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ്. വിളക്ക് കൊളുത്തുന്നു. പിന്നെ ഭഗവാനെ അഭിഷേകം ചെയ്യുന്നു, കുളിപ്പിക്കുക. സങ്കല്പിക്കുന്നില്ലേ? പാകച്ചാർത്ത് കുളിപ്പിക്കുക. കുളിപ്പിക്കുന്നത് അത് ജലതത്വം. അതിനെയാണ് നമ്മൾ മാനിക്കുന്നത്. ജലതത്വം പഞ്ചഭൂതത്തിലുള്ളതാണ്. പിന്നെ ചന്ദനം ചാർത്തും. ചന്ദനം ചാർത്തുമ്പോൾ അത് ഭൂമിയെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ചന്ദനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ സുഗന്ധം. ഈ സുഗന്ധം കാണിക്കുന്നത് ഭൂമിയുടെ ഗുണമാണ് ഗന്ധം. അതുകൊണ്ട് ചന്ദനം ഭൂമി എന്ന തത്വത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ വായു, പിന്നെ പുഷ്പം എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആകാശം. ആകാശത്തിനെ സാധാരണ നിലയിൽ റെപ്രസെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അഗ്നി തത്വത്തെ നമുക്ക് വിളക്ക് കൊളുത്തിയിട്ടും ജലതത്വത്തെ ജലം കൊണ്ടുവന്ന് വെച്ചിട്ടും ഭൂമി തത്വത്തെ ചന്ദനം ഉപയോഗിച്ചിട്ടും ഒക്കെ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. എന്നാൽ ആകാശത്തെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആകാശത്തെ നമ്മൾ സാമ്പ്രദായികമായിട്ട്, ട്രഡീഷണൽ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് വരുന്നത് പുഷ്പത്തിലൂടെയാണ്, പൂവിലൂടെയാണ്. അതാണ് നമ്മൾ പൂവ് ചാർത്തുന്നത്. പിന്നെ വായുതത്വം, ബാക്കിയുള്ളത് വായുതത്വം. വായുതത്വത്തിനാണ് ധൂപം. ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ അല്ലെങ്കിൽ ദശാംഗമൊക്കെ പുകച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ധൂമം അങ്ങനെ ചുരുളുകളായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കത് കാണാം. ഇത് വായു തത്വത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നൈവേദ്യം സമർപ്പിക്കും. അത് നമ്മളുടെ ജീവത്വത്തെ തന്നെയാണ്, നമ്മളുടെ ജീവഭാവത്തെയാണ് നമ്മൾ നൈവേദ്യമായിട്ട് സമർപ്പിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്.
പുഷ്പൈർഗന്ധൈർ നിവേദ്യൈരപി ച വിരചിതൈ ശക്തിതോ ഭക്തിപൂതൈർ. ശക്തിതോ എന്ന് പറഞ്ഞ കഴിവിനനുസരിച്ചിട്ട് വളരെ ക്ലിഷ്ടമായിട്ട് സമ്പാദിച്ച് അവിടെയും ഇവിടെയും ഒക്കെ പോയി കൊണ്ടുവന്ന് അതിന്റെ പേരിൽ കുറെ ആൾക്കാരെ നമ്മൾ ദേഷ്യപ്പെട്ട് കുറെ പേരെ മുഷിപ്പിച്ച് കുറെ പേരെ അതിന്റെ പേരിൽ വേദനിപ്പിച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ല. യഥാശക്തി ചെയ്താൽ മാത്രം മതി. ഭക്തിയാണ് കാര്യം. ഭക്തി കൊണ്ടാണ് ഇതിനെയൊക്കെ വിശുദ്ധമാക്കേണ്ടത്. എല്ലാം നല്ല പരിശുദ്ധമായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് കിട്ടില്ല. ഇപ്പൊ പൂജയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മള് ജലം തളിച്ച് ശുദ്ധമാക്കും. ഭക്തിയോടുകൂടി ചെയ്യുമ്പോഴാണ് ഈ വസ്തുക്കളൊക്കെ ശുദ്ധമായി തീരുന്നത്. നിത്യം വര്യാം സപര്യാം വിദദായി വിഭോ ത്വത്പ്രസാദം ഭജേയം. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങള് നിത്യം നിരന്തരം ഇടതടവില്ലാതെ ചെയ്തുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ പ്രീതി നേടിക്കൊള്ളാം എന്ന് പറയാണ്. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ ശ്ലോകത്തിൽ വൈദിക ക്രിയകളെ പറ്റി പറഞ്ഞു. രണ്ടാമത്തെ ശ്ലോകത്തില് താന്ത്രിക പൂജ വിധികളെ പറ്റി പറഞ്ഞു. പിന്നെ അത് രണ്ടും കഴിഞ്ഞ ശേഷം ഇനി നമ്മളുടെ നിത്യജീവിതത്തില് സാധാരണ നമ്മളുടെ വ്യവഹാരങ്ങളില് നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതേ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സ്ത്രീ ശൂദ്രാസ്ത്വത്കഥാതിശ്രവണ വിരഹിത ആസതാം തേ ദയാർഹ ത്വത്പാദാസന്നയാതാൻ ദ്വിജകുലജനുഷോ ഹന്തശോചാമ്യശാന്താൻ വൃത്യർത്ഥം തേ യജന്തോ ബഹുകഥിതമപി ത്വാമനാകർണയന്തോ തൃപ്താ വിദ്യാഭിജാത്യേ കിമു ന വിദധതേ താദൃശം മാ കൃഥാ മാം. ധാരാളമായിട്ട് ഭഗവത് കഥകൾ ശ്രവിക്കണം. ആ ശ്രവണം എന്നുള്ളത് നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തും. എന്നാൽ ഭാഗവതം എഴുതപ്പെട്ട കാലത്ത് അല്ലെങ്കിൽ അതിനെ ഭട്ടതിരി ആചാര്യൻ സംഗ്രഹിച്ചെഴുതുന്ന കാലത്തൊക്കെ സമൂഹത്തിലെ ചിലർക്കൊക്കെ ഭഗവത് കഥകൾ കേൾക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. സ്ത്രീകളുടെ എപ്പോഴും കുറെയൊക്കെ അങ്ങനെയാണ്. സ്ത്രീകളെ ഒന്ന് എടുത്തു നോക്കൂ. അവർക്ക് ഗൃഹത്തിലെ പല ജോലികളും ഉണ്ടാവും. അവരതൊക്കെ മാറ്റി വെച്ച് എങ്ങനെയൊക്കെയോ ആണ് ഒരു സത്സംഗത്തിന് പോണത്. സത്സംഗത്തിന് പോയാൽ സ്ത്രീകളാണ് അവിടെ അധികമുള്ളത് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവരൊക്കെ എങ്ങനെയാണ് അവിടെ ഓടിയെത്തിയിരിക്കുന്നത്? എത്രയോ നേരത്തെ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളും ജോലികളും ഒക്കെ ശരിയാക്കിയിട്ടാണ് അവിടെ ഓടിയെത്തുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് അതിന് പറ്റും. ഒരുപക്ഷെ അന്ന് പലർക്കും അതിന് പറ്റിയിരുന്നില്ല. ഇന്നും പറ്റാത്തവരുണ്ട്. സ്ത്രീകൾക്ക് കഥ കേൾക്കാനുള്ള അവസരം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പോലെ മനസ്സിലാവും. പിന്നെ ശൂദ്രന്മാരെന്ന് പറഞ്ഞാൽ പണ്ട് ഈ ശൂദ്രന്മാര് സദാ സേവനത്തിൽ മാത്രം മുഴുകിയിരിക്കുന്നവരാണ്. അപ്പൊ ഇപ്പോഴും ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു സപ്താഹം കേൾക്കാൻ വേണ്ടി 7 ദിവസം അടുപ്പിച്ച് ലീവ് ചോദിച്ചാൽ കിട്ടിയെന്ന് വരില്ല. അപ്പോ നമ്മളുടെ ജീവിതത്തിലെ ഏത് തരത്തിലുള്ള കർമ്മത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് പലപ്പോഴും അതിന് പറ്റിയെന്ന് വരില്ല. അന്നത്തെ കാലത്ത് ഒരു വിലക്കും ഉണ്ടായിരിക്കും, ഒരു സോഷ്യൽ വിലക്ക് ഉണ്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് വിലക്കില്ലെങ്കിലും സൗകര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. സ്ത്രീകൾക്കും സദാ സേവനത്തിൽ ഏർപ്പെട്ട് ഇരിക്കുന്നവർക്കും പലപ്പോഴും അത് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അങ്ങനെ ആലോചിക്കുമ്പോൾ അവര് നമ്മളുടെ അനുകമ്പ അർഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിന് വരാത്തത് എന്ന് ചോദിച്ച് ഭർത്സിക്കാൻ പറ്റില്ല. അവര് നമ്മളുടെ അനുകമ്പ അവർക്ക് പറ്റുന്നില്ല അവരുടെ സാഹചര്യം കൊണ്ട്. അതുകൊണ്ട് അവര് ദയാർഹരാണ്. അതവിടെ നിൽക്കട്ടെ. ഭട്ടതിരി ആചാര്യൻ പറയാണ് അതവിടെ നിൽക്കട്ടെ, അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. പല കാരണങ്ങൾ കൊണ്ടാണല്ലോ. പക്ഷേ ഉന്നത കുലത്തിൽ ജനിച്ചിട്ട്, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് അന്നത്തെ കാലത്ത് അവർക്ക് ഉപജീവന മാർഗത്തിന് അതിനുവേണ്ടി പണിയെടുത്തു പോകേണ്ട ആവശ്യമില്ല. എന്നാലും അങ്ങനത്തെ ആൾക്കാർ പോലും കഥ കേൾക്കാൻ വിസമ്മതിക്കണമല്ലോ. കഥ കേൾക്കാൻ അവർക്ക് താല്പര്യമില്ലാതെ വരുന്നുണ്ടല്ലോ. അതാലോചിക്കുന്ന സമയത്താണ് എനിക്ക് വലുതായിട്ടുള്ള വിഷമം. എന്നിട്ട് എന്നാലും അവർക്ക് പലപ്പോഴും വൃത്യർത്ഥം എന്ന് പറയുന്നുണ്ട്. ഉപജീവനത്തിന് എന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും
ഉപജീവനത്തിനൊക്കെ വഴിയുണ്ടെങ്കിൽ പോലും ആ പേരില് ഒരുപാട് ദക്ഷിണ വാരിക്കൂട്ടണം എന്നുള്ള വിചാരം ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് അവരെന്താണ് ചെയ്യണത്? അവർക്ക് കിട്ടിയിട്ടുള്ള വളരെ വലുതായിട്ടുള്ള വലിയൊരു അവസരമാണ് മറ്റുള്ളവരെ പോലും ഭക്തിയുടെ മാർഗത്തിലേക്ക് നയിക്കുക എന്നുള്ളത്. പൂജകളൊക്കെ നമ്മൾ വീടുകളിലും ഒക്കെ ചെയ്യുന്നത് അതിനു വേണ്ടിയാണല്ലോ. അങ്ങനെ പോയിട്ട് അവരെ യജിക്കാനും ഏതെങ്കിലും യാഗം ചെയ്യാനും ഹോമം ചെയ്യാനും പൂജകൾ ചെയ്യാനും എല്ലാം ഈ ഭക്തി ഇല്ലാത്ത ബ്രാഹ്മണര് അതിന് പോണ സമയത്ത് എല്ലാം ചെയ്ത് ഒപ്പിക്കും. കാരണം അവര് പഠിച്ചിട്ടുണ്ട്. പൂജ എങ്ങനെ ചെയ്യണം, യാഗം എങ്ങനെ ചെയ്യണം, ഹോമം എങ്ങനെ ചെയ്യണം. ഗണപതി ഹോമം തന്നെ എടുത്തോളൂ. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അവര് നന്നായി ചെയ്യും. പലരും ശ്രദ്ധയോട് കൂടിയിട്ടാണ് ചെയ്യുക. നമുക്കൊന്നും പരാതി പറയാനില്ല. പക്ഷെ അല്ലാത്തവരുമുണ്ട്. ദക്ഷിണയ്ക്ക് വേണ്ടി മാത്രം. ക്ഷേത്രത്തിൽ പോയാൽ ദക്ഷിണ കൊടുത്താൽ മാത്രമേ പ്രസാദം കൊടുക്കുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കില്ല. കൊടുക്കുന്ന പണത്തിനനുസരിച്ചിട്ടാണ് ഇലയിൽ കൊടുക്കുവോ കയ്യിൽ കൊടുക്കുവോ എന്നുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിലെവിടെ കൃത്രിമങ്ങൾ കയറി വരുന്നതിനെ പറ്റി പറയാണ്. കൃത്യർത്ഥം തേ യജന്തോ ബഹുകഥിതമപി ത്വാമനാകർണയന്തോ. ഇതൊക്കെ കാണുന്ന സമയത്ത് നല്ല സജ്ജനങ്ങൾ ആരെങ്കിലും അവരെ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കൂ. ഇതിനൊക്കെ പകരം നിങ്ങൾ ഭഗവാന്റെ കഥകൾ കേൾക്കൂ, ഭഗവാന്റെ മാഹാത്മ്യം ഒന്ന് ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ അനാകർണയന്തോ. അനാകർണയന്ത അത് കേൾക്കില്ല, അത് തിരസ്കരിക്കും. എന്നിട്ടോ ധാരാളം ഗർവ് കാണിക്കും. തൃപ്ത വിദ്യാഭിജാത്യേ. ഞാനിതൊക്കെ പഠിച്ചതാണ്, ഞാൻ ഉന്നത കുലത്തിൽ ജനിച്ച ആളാണ് എന്നുള്ള ദുരഭിമാനം, ഗർവ് കാണിക്കും. കിമു ന വിദധതേ. അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തത്? ഭഗവത് കഥ കേൾക്കണില്ല, പിന്നെ ദക്ഷിണ വാങ്ങിക്കൊണ്ട് അവര് ഈ ചെയ്യുന്ന കർമ്മത്തെ ദുഷിപ്പിക്കണു. ഇതൊക്കെ ദക്ഷിണ അമിതമായിട്ട് വാങ്ങിക്കൊണ്ട് ദുഷിപ്പിക്കണു. എന്നിട്ട് വിദ്യയുടെ പേരില്, അഭിജാത്യത്തിന്റെ പേരില് ഗർവ് നടിക്കണു. എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തത്? അവരെന്ത് ചെയ്യും? അതുകൊണ്ട് ഭഗവാനെ ഒരു പ്രാർത്ഥന. താദൃശം മാ കൃതാമം. നമ്മളുടെ ചുറ്റും പലരും ചെയ്യരുതാത്തത് പലതും ചെയ്യണ സമയത്ത് നമ്മളുടെ ആക്റ്റീവായിട്ടുള്ള ഇന്റർവെൻഷൻ അവിടെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ അവരെ പറ്റി കുറ്റം പറഞ്ഞു നടക്കണ്ട. ആകെ ഒന്ന് ചെയ്താൽ മതി. ഭഗവാനോട് പ്രാർത്ഥിക്കാം. താദൃശം മാ കൃതാമം. അതുപോലെ എന്നെ ആക്കി തീർക്കരുതേ, അതുപോലെ എന്നെ ആക്കി തീർക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനൊരു പ്രാർത്ഥനയാണ് മേൽപ്പത്തൂർ ആചാര്യൻ ഇവിടെ അടുത്ത ശ്ലോകത്തിലും ചെയ്യുന്നത്. അവിടെ എന്താ പറയുന്നത്? പാപോയം കൃഷ്ണരാമേത്യഭിലപതി നിജം ഗൂഹിതും ദുശ്ചരിത്രം നിർലജ്ജസ്യാസ്യ വാചാ ബഹുതര കഥനീയാനി മേ വിഘ്നിതാനി. ഭ്രാതാ മേ വന്ധ്യശീലോ ഭജതി കില സദാ വിഷ്ണുമിത്തം ബുധാംസ്തേ നിന്ദന്ത്യുച്ചൈർഹസന്തി ത്വയി നിഹിതമതീം താദൃശം മാ കൃതാമാം. നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഭഗവാനെ പറ്റി കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അനാകരണ എന്താ അത് അവര് കേൾക്കണില്ല. എന്നിട്ടോ വേറെ വല്ലവരുമൊക്കെ ഭഗവൻ നാമം ജപിക്കുമ്പോ ചിലപ്പോ ഭഗവൻ നാമം ജപിക്കുന്ന ആളൊരു രോഗിയായിരിക്കും, അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കഷ്ടം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും. എന്നാലും അവര് സുഹൃതം കൊണ്ട് അവർ ഈ സമയത്ത് രോഗം അനുഭവിക്കുമ്പോഴും കഷ്ടം അനുഭവിക്കുമ്പോഴും അവര് ധാരാളം ഭഗവാനെ ഭജിക്കുമായിരിക്കും, നാമം ചൊല്ലും. ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ കാണാം അവരിരുന്ന് നാമം ചൊല്ലണത്. നമ്മൾ റോഡിൽ കൂടെ പോണ സമയത്ത് വീടിന്റെ മുമ്പിൽ ഇരുന്ന് നാമം ജപിക്കുന്ന ആൾക്കാരെ കാണാം. വലിയ വലിയ ഗൃഹങ്ങളിലാണെങ്കിൽ കുറെ പേരിരുന്ന് നാമം ചൊല്ലണം. ചെറിയ ഗൃഹത്തിലാകെ ഇത്രേ ആൾക്കാരുള്ളൂ. അപ്പൊ കുറ്റം പറയാനും ആരും ഉണ്ടായിരിക്കില്ല. വലിയ ഗൃഹങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് താമസിക്കുന്ന കൂട്ടുകുടുംബത്തിലൊക്കെ ചിലരൊക്കെ ഇരുന്ന് നാമം ജപിക്കുന്നത് കാണാം. അപ്പൊ മറ്റുള്ളവരെന്താ പറയുക? പാപോയം, ഈ ആളുണ്ടല്ലോ അത് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് കൃഷ്ണൻ രാമൻ എന്നൊക്കെ ചൊല്ലണു. ഇതെന്തിനു വേണ്ടി അറിയോ? ഇതൊന്നും സജ്ജനങ്ങളായതുകൊണ്ട് ചൊല്ലണതല്ല. അവർക്ക് ധാരാളം തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ട് ജീവിതത്തില്. ആ ദുശ്ചരിത്രം, ആ ചീത്ത ചരിത്രം, അവരുടെ ബാഡ് പാസ്റ്റ്, അത് ഗൂഹിതം ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്
ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് നിർലജ്ജസ്യാസ്യ, ഒരു ലജ്ജയും ഇല്ലാതെ ഇരുന്നിട്ട് ഇങ്ങനെ വലിയ കേമമായിട്ട് നാമം ചെയ്യുന്നു. ഇങ്ങനെ നാമം ചൊല്ലി ഇതൊക്കെ ഒരു ശബ്ദം കൊണ്ട് ദുഷിപ്പിക്കുകയാണ് അന്തരീക്ഷത്തിനെ ഇവരൊക്കെ. എനിക്ക് ഇതിന്റെ ഇടയിൽ കൂടെ പലതും പറയാനുണ്ട്, പലതും പലരെയും പറഞ്ഞു മനസ്സിലാക്കാനുണ്ട്. അതിനൊന്നും സമ്മതിക്കാതെ അവരെ തന്നെ, അവരോട് തന്നെ നമുക്ക് വല്ലതും പറയാൻ വേണ്ടി പോണ സമയത്ത് ഏത് സമയവും ഇരുന്ന് നാമം ജപാണ്. പിന്നെ എങ്ങനെ അവരോട് സംസാരിക്കാം? ബഹുതര കഥനീയാനി മേ വിഘ്നിതാനി, എനിക്ക് ഇവരൊക്കെ ശല്യം ഉണ്ടാക്കി തരുന്നു, വിഘ്നം ഉണ്ടാക്കി തരുന്നു, തടസ്സം ഉണ്ടാക്കി തരുന്നു. പിന്നെ എനിക്കൊരു സഹോദരനുണ്ട്. ആ സഹോദരനെ എന്തെങ്കിലും ഒന്ന് ഏൽപ്പിച്ചാൽ അയാൾ അത് ചെയ്യില്ല. എന്നിട്ടോ ഏത് സമയത്തും അയാൾക്ക് പൂജയാണ്, അയാൾക്ക് ഏത് സമയത്തും നാമജപാണ് എന്ന്. അങ്ങനെ ഒരു വന്ധ്യശീലൻ. വന്ധ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളില്ലാത്ത സ്ത്രീകളെയാണ് വന്ധ്യ എന്ന് പറയുക. അതായത് ആ സ്ത്രീകളിലൂടെ പിന്നെ ഒന്നും അവിടെ ഒരു കുട്ടി ഉണ്ടാവണില്ല. അവർക്ക് ഒന്നിനും ഒരു ഫലം ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ഒരു ശീലം. അതാണ് എന്റെ സഹോദരൻ എന്ന് പറഞ്ഞിട്ട് നാമം ജപിക്കുന്ന സഹോദരനെയും അവര് പഴിച്ചു പറയും. എന്നിട്ട് അത് അവരെ ഭത്സിക്കും, നിന്ദിക്കും. നിന്ദന്തി ഉച്ചൈർഹസന്തി, ഉറക്ക ചിരിക്കും പരിഹസിച്ചിട്ട്. ആരെയാണ് പരിഹസിക്കുന്നത്? എന്തോ സുഹൃതം കൊണ്ട് ഭഗവാനെ പൂജിക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനും മനസ്സിരുത്തുന്നവരെയാണ് ഇങ്ങനെ പഴിക്കുന്നത്. ഭഗവാനെ എന്നെ അങ്ങനത്തെ ഒരാളാക്കി തരരുതേ, താദൃശം മാ കൃതാമാം. മേൽപ്പത്തൂർ ആചാര്യൻ പ്രാർത്ഥിക്കുകയാണ്, എന്നെ അതുപോലെ ആക്കി തരരുതേ. പിന്നെ ഇതൊക്കെ ഈ ഏത് തരത്തിൽ, പലതരത്തിലുള്ള ഭക്തിയുള്ള ആൾക്കാര്, പ്രാകൃതമായിട്ടുള്ള ഭക്തിയുള്ളവര്, പിന്നെ രാജസികമായിട്ടുള്ള ഭക്തിയുള്ളവര്, സാത്വികമായിട്ടുള്ള ഭക്തിയുള്ളവര്, അതുപോലെ എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത്, അതിന് ഏത് തരത്തിലാണ് പ്രതിമ ഉണ്ടാക്കണോ അല്ലെങ്കിൽ നിലത്ത് കളം വരയ്ക്കണോ, ഇതൊക്കെ തന്നെയും ഭാഗവതത്തിലുള്ളതാണ്. ഭാഗവതത്തിലെ നിമി നവയോഗി സംവാദം നല്ലപോലെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഭട്ടതിരി ആചാര്യൻ ഇവിടെ ഈ ശ്ലോകങ്ങൾ എഴുതിയിട്ടുള്ളത്. അടുത്തതിലും അങ്ങനെ തന്നെയാണ്. കാരണം നിമി ചക്രവർത്തിക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട് അവരുടെ കയ്യിൽ നിന്ന്. ഈ 4 യുഗങ്ങളുണ്ടല്ലോ, കൃതയുഗത്തിലെ ഭഗവാനെ ഏത് തരത്തിലാണ് ജനങ്ങൾ ആരാധിക്കുക, ത്രേതായുഗത്തില്, ദ്വാപര യുഗത്തില്, പിന്നെ ഈ കലിയുഗത്തില് ഒക്കെ എങ്ങനെയായിരിക്കും? ഈ കഥ നടക്കുന്നത്, നിമി ചക്രവർത്തി ത്രേതായുഗത്തിലെ ആളാണ്. പക്ഷെ ഈ യുഗങ്ങൾ സൈക്ലിക്കലായിട്ട് പിന്നെയും പിന്നെയും വരും. അപ്പൊ ആരും ഭാവിയെ പറ്റി ചോദിക്കാതിരിക്കില്ല. നമ്മളൊരു ഭാവിയെ പറ്റി ചോദിക്കുമ്പോ അത് ഇതിനു മുമ്പത്തെ സൈക്കിളിൽ ആ യുഗം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 4 യുഗങ്ങളെ പറ്റിയുമാണ് ബുദ്ധിയുള്ള ആൾക്കാർ ചോദിക്കുക. കാരണം ഇത് സൈക്ലിക്കലായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനുള്ള ഉത്തരം അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് നവയോഗികള്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ ശ്ലോകം. ശ്വേതഛായം കൃതേ ത്വം മുനിവരവപുഷം പ്രീണയന്തേ തപോഭി ത്രേതായാം സൃക്സ്രുവാദ്യങ്കിതമരുണതനും യജ്ഞരൂപം യജന്തേ സേവന്തേ തന്ത്രമാർഗൈർ വിലസദരിഗതം ദ്വാപരേ ശ്യാമളാംഗം നീലം സങ്കീർത്തനാദ്യൈരിഹ കലിസമയേ മാനുഷാസ്ത്വം ഭജന്തേ. കൃതയുഗത്തിലത്തെയാണ് ആദ്യം പറയുന്നത്. ശ്വേതഛായം, ഭഗവാനെ വെളുത്ത നിറത്തിലാണ് കാണുന്നത്. ഇപ്പോ കൃഷ്ണനെ കറുത്ത നിറത്തിലാണ്, മഹാവിഷ്ണുവിനെ നീല നിറത്തിലാണ്, മഹാദേവനെ എപ്പോഴും തുമ്പപ്പൂ പോലെ വെളുത്ത ശരീരമുള്ള ഭഗവാനായിട്ടാണ് സങ്കല്പിക്കുന്നത്. കൃതയുഗത്തില് ജനങ്ങൾ ആരാധിച്ചിരുന്ന മൂർത്തി വെളുത്ത നിറത്തിലുള്ള പ്രഭയാണ് ചുരിഞ്ഞിരുന്നത്. ശ്വേതഛായം കൃതേ, കൃതയുഗത്തില്. ത്വാം മുനിവരവപുഷം, മേൽപ്പത്തൂർ ആചാര്യൻ അവിടെ ഇരുന്നിട്ട് പറയാണ്, അങ്ങ് കൃതയുഗത്തിലെ ഹേ ഭഗവാനെ, അങ്ങ് ഒരു മുനിവരന്റെ വേഷമായിരുന്നു, തപസ്വിയുടെ വേഷമാണ്, ഒരു ബ്രഹ്മചാരിയുടെ വേഷമാണ്. അപ്പോ വാമനമൂർത്തി കൃതയുഗത്തിലാണ് ജനിച്ചിട്ടുള്ളത്. വാമനമൂർത്തി സങ്കല്പിച്ചാൽ മതി. ഇത് പറയുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? കയ്യില് ഒരു കമണ്ടലും ഉണ്ടായിരിക്കും, യോഗദണ്ഡ് ഉണ്ടായിരിക്കും. അതൊക്കെ വെച്ചിട്ടുള്ള ഒരു
തപസ്വിയായിട്ടുള്ള ഒരു ബ്രഹ്മചാരി ഭാവത്തില്. ജനങ്ങൾ എങ്ങനെയാണ് ആ മൂർത്തിയെ പ്രീതിപ്പെടുത്തിയിരുന്നത്? ഭഗവാൻ ഒരു താപസിയുടെ പോലെയാണ്. അതുകൊണ്ട് ഞങ്ങളും ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് യാഗം ചെയ്തിട്ടോ പൂജ ചെയ്തിട്ടോ അല്ല, തപസ് ചെയ്തിട്ടാണ്. കൃതയുഗത്തിലത്തെ ജനങ്ങൾക്ക് ശ്രദ്ധയോടു കൂടിയിട്ട് തപസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു, മനഃശുദ്ധി ഉണ്ടായിരുന്നു. അവരങ്ങനെയായിരുന്നു ഭഗവാനെ പ്രീതിപ്പെടുത്തിയിരുന്നത്. ത്രേതായുഗത്തിൽ വന്നപ്പോഴോ, ശ്രീരാമന്റെ കാലഘട്ടമാണ് കേട്ടോ ത്രേതായുഗം. അവിടെ എങ്ങനെയാ ആണ് ഭഗവാനെ കണ്ടിരുന്നത്? ഭഗവാൻ അരുണതനും, ഒരു ഈഷൽ ചുവപ്പ്, ഭഗവാന്റെ ശരീരത്തിന് ഒരു ചെറിയ ചെമ്പിന്റെ ഒക്കെ നിറമുള്ള ഒരു ചുവപ്പ് നിറം. അവിടെ ഭഗവാന്റെ കയ്യിൽ എന്തൊക്കെയാണ്? കൃതയുഗത്തില് യോഗദണ്ഡും കമണ്ഡലവും ഒക്കെ ആണെങ്കിൽ ഇപ്പൊ കയ്യില് യാഗം ചെയ്യാനുള്ള പിന്നെ ഉപകരണങ്ങള്, സൃക്ക്, സ്രുവം, ഹോമിക്കുന്ന സമയത്ത് നെയ്യ് എടുത്തിട്ട് അഗ്നിയിലേക്ക് ഒഴിക്കാനുള്ള നീളത്തിലുള്ള വാലുള്ള സ്പൂണ് പോലെയുള്ളതൊക്കെ യാഗത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെയാണ് അന്ന് ഈശൽ ചുവപ്പോട് കൂടി നിന്നിരുന്ന ഈശ്വരന്റെ മൂർത്തിയുടെ കയ്യിലുണ്ടായിരുന്നത്. യജ്ഞരൂപനായിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങള് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് യാഗങ്ങൾ ചെയ്യുമായിരുന്നു ത്രേതായുഗത്തില്. സേവന്തേ തന്ത്രമാർഗൈർവിലസദാരിഗതം ദ്വാപരേ ശ്യാമളാംഗം. ദ്വാപര യുഗത്തിൽ വന്നപ്പോ നീലമേഘത്തിന്റെ നിറത്തിലുള്ള ഭഗവാനെയാണ് മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ ചതുർഭുജനായിട്ട്. കയ്യിൽ എന്തൊക്കെയുണ്ട്? വിലസദ്, അരി, അരി എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഭഗവാന്റെ സുദർശന ചക്രം. ഗതം, ഗതയുണ്ട് കയ്യില്. അങ്ങനെയുള്ള ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള രൂപം. അത് ശ്യാമള നിറമാണ്. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നീലമേഘത്തിന്റെ നിറം. അങ്ങനെയുള്ള ഭഗവാനെ പൂജയിലൂടെയാണ്, തന്ത്രമാർഗൈ, താന്ത്രികമായിട്ടുള്ള പൂജയിൽ കൂടിയാണ് ജനങ്ങൾ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പൂജയിൽ പിന്നെ ഉപചാരങ്ങളോട് കൂടിയിട്ട് ഗന്ധം, പുഷ്പം അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട്, പിന്നെ പലപ്പോഴും പൂജയിൽ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നൃത്തമുണ്ടായിരിക്കും, ഗാനമുണ്ടായിരിക്കും, ഉത്സവങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ പലതിലൂടെയാണ് അങ്ങനെയുള്ള മൂർത്തിയെ പ്രീതിപ്പെടുത്തുക. പിന്നെയോ, പിന്നെ വന്നിട്ട് കലികാലത്തിൽ വന്നപ്പോഴോ, നീലം സങ്കീർത്തനാദ്യേരിഹ കലിസമയേ മാനുഷാസ്ത്വം ഭജന്തേ. ഭഗവാനെ ശ്രീകൃഷ്ണനായിട്ട്, ശ്രീകൃഷ്ണന്റെ സങ്കല്പിച്ചു നോക്കൂ, ആ രൂപത്തിലാണ് ഭഗവാനെ നമ്മൾ കാണാറുള്ളത്. ഈ ശ്രീകൃഷ്ണന്റെ നിറത്തില് നമ്മൾ ഭഗവാനെ കാണുന്നു. അതാണ് നമ്മൾ ആ വർണ്ണത്തെ നമ്മൾ അത്രയധികം ആഘോഷിച്ച് പറയുന്നത്. കലി സമയത്ത് ആ ഭഗവാനെ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തുന്നത്? തിരുനാമ കീർത്തനത്തിലൂടെയാണ്, സങ്കീർത്തനത്തിലൂടെയാണ്. അതാണ് കലികാലത്തിന്റെ മഹത്വം. നമ്മൾ എപ്പോഴും പറയുമല്ലോ, തപസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര മനഃശുദ്ധി വേണം, യാഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വലിയ സംഭാരം വേണം, സംഭാരം പറഞ്ഞ ഒരുക്കങ്ങൾ വേണം, പൂജ ചെയ്യണമെന്നുണ്ടെങ്കിലും നല്ല ശുദ്ധിയുള്ള പൂജാ സാമഗ്രികൾ വേണം, ശരിയായിട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇതൊന്നും വേണ്ട, നാവൊന്നേ വേണ്ടു ഹരി നാരായണായ നമ. ഈ കാലത്ത് നമുക്ക് നാമം ജപിക്കാൻ നാവൊന്ന് മാത്രം മതി. എവിടെ വേണമെങ്കിലും ഇരുന്ന് ജപിക്കാം. ഒന്നും നോക്കാനില്ല, ശുദ്ധി അശുദ്ധി ഒന്നും നോക്കാനില്ല. അത്രയും സൗകര്യമാണ് ഈ കലികാലത്തില് ഭഗവാനെ എത്തിക്കാൻ. ഇതാണ് എപ്പോഴും പറയാറുള്ളത്. കൃതയുഗത്തില് തപസ്സുകൊണ്ടും, ത്രേതായുഗത്തില് യാഗം കൊണ്ടും, ദ്വാപര യുഗത്തില് പൂജ കൊണ്ടും എങ്ങനെയൊക്കെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ തന്നെ ഈ കലിയുഗത്തില് തിരുനാമ കീർത്തനം കൊണ്ട് സാധിക്കുന്നുള്ളത് എപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നിട്ട് പറയുന്നു അടുത്ത ശ്ലോകത്തില്, സോയം കാലേയ കാലോ ജയതി മുരരിപോ യത്ര സങ്കീർത്തനാദ്യേർ നിർയത്നൈരേവ മാർഗൈരഖിലത നചിരാത്വത്പ്രസാദം ഭജന്തേ ജാതാസ്ത്രേതാകൃതാദാവഭിഃ കില കലൗ സംഭവം കാമയന്തേ ദൈവാത്തത്രൈവ ജാതാൻ വിഷയ വിഷരസൈ മാ വിഭോ വഞ്ചയാസ്മാൻ. കലികാലത്തിൽ ജനിച്ചിട്ടുള്ള മേൽപ്പത്തൂർ ആചാര്യൻ ഈ വരികളിലൂടെ നമ്മെ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കാലേയ കാലം എന്ന് പറഞ്ഞാൽ കലികാലം.
ഈ കലികാലം ജയിക്കട്ടെ, സർവദാ ജയിക്കുന്നു, ജയിക്കട്ടെ. എന്താണ് കാരണം? നിർയത്നൈരേവ, നിർയത്നൈ, യത്നമില്ലാണ്ട് തന്നെ, നിർയത്നൈരേവ, വലിയ കഷ്ടപ്പെട്ടിട്ടുള്ള ക്ലിഷ്ടമായിട്ടുള്ള മാർഗങ്ങളില്ലാണ്ട്, കഷ്ടമില്ലാതെ തന്നെ നമുക്ക് സങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള മാർഗം നമ്മളുടെ മുമ്പില്, അതിനുള്ള ഉപാധി, അതിനുള്ള ഉപായം, അതിനുള്ള ഉപായം നമ്മളുടെ മുമ്പിൽ തുറന്നു കിട്ടുന്നുണ്ട്. അതും വളരെ പെട്ടെന്ന് ഭഗവാന്റെ പ്രീതി കിട്ടും. കുറേ അങ്ങനെയല്ല, വളരെ പെട്ടെന്ന് ഭഗവാന്റെ പ്രീതി കിട്ടും തിരുനാമ കീർത്തനം കൊണ്ട്. അതുകൊണ്ട് ത്രേതായുഗത്തിൽ ജനിക്കുന്നവരും കൃതയുഗത്തിൽ ജനിക്കുന്നവരും ദ്വാപര യുഗത്തിൽ ജനിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ, അവര് സൈക്ലിക്കലാണ് കാലം എന്ന് പറഞ്ഞല്ലോ. അവരെപ്പോഴും അവർക്കറിയാം അവരുടെ കാലം കഴിഞ്ഞാൽ ഇനി കലികാലം വരും. അങ്ങനെയുള്ള കലികാലത്തിൽ ജനിക്കാൻ പറ്റണേ ഭഗവാനെ. എത്ര പെട്ടെന്നാണ് ഭഗവാന്റെ പ്രീതി പിടിച്ചെടുക്കാൻ പറ്റണത്, അതും നാമജപം കൊണ്ട് മാത്രം. അതുകൊണ്ട് അവരാഗ്രഹിക്കും, കാമയന്തേ, അവരാഗ്രഹിക്കുകയാണ് കലികാലത്തിൽ ഒന്ന് ജനിച്ചു കിട്ടണേന്ന്. എന്നിരിക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, വിധി ബലം കൊണ്ട്, ഭാഗ്യം കൊണ്ട്, ദൈവാത്തത്രൈവ, ഭാഗ്യം കൊണ്ട് നമ്മൾ ഇവിടെ ജനിച്ചു, ഈ കലികാലത്തിൽ ജനിച്ചു. ഇനി ജനിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും സൗകര്യം കിട്ടിയിട്ട് വിഷയരസത്തില്, വെറും ലൗകികമായിട്ടുള്ള ആഗ്രഹത്തിൽ പെട്ടിട്ട്, അത് എപ്പോഴും സുഖക്കേട് വന്നാൽ മരുന്ന് കഴിച്ചിട്ട് ഭേദാക്കാൻ വേണ്ടി പറ്റും. പാമ്പ് കടിച്ചാൽ പോലും വിഷം ഇറക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ ഈ വിഷയമാകുന്ന വിഷം ബാധിച്ചാല് പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. അതിലും നല്ലത് അതിൽ പെടാതിരിക്കല്ലേ. അതുകൊണ്ട് ഹേ ഭഗവാനെ, ആ വിഷം ഞങ്ങളെ കൊണ്ട് പാനം ചെയ്യിപ്പിക്കരുതേ. ആ വിഷത്തിന്റെ ബാധയിൽ ഞങ്ങൾ പെടരുതേ. അങ്ങനെ ഭഗവാൻ ഞങ്ങളെ പറ്റിക്കരുതേ. കലികാലത്തിൽ കൊണ്ടുവന്ന് ജനിപ്പിച്ചു തന്നു, എല്ലാം തിരുനാമം കേൾക്കാനും ചൊല്ലാനുള്ള അവസരം തന്നു. എന്നിട്ട് പിന്നെ അവസാനം വെച്ചിട്ട് ഈ വിഷയരസം ഉള്ളിലേക്ക്, വിഷരസം ഉള്ളിലേക്ക് പകർന്നു തന്നിട്ട് ഞങ്ങളെ വഞ്ചിക്കരുതേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം. പിന്നെ അടുത്ത ശ്ലോകം. ഭക്താസ്താവത് കലൗ സ്യുർദ്രമിളഭുവി തതോ ഭൂരിശസ്തത്ര ചോച്ചൈ കാവേരീം താമ്രപർണീം അനുകില കൃതമാലം ച പുണ്യാം പ്രതീചിം ഹാ മാമപ്യേതദന്തർഭവമപി ച വിഭോ കിഞ്ചിദഞ്ചദ്രസം ത്വയ്യാശാപാശൈർനിബധ്യ ഭ്രമയന ഭഗവൻ പൂരയത്വന്നിഷേവാം. സാധാരണ ഈ കലികാലത്ത് ഭാരതത്തിൽ ജനിക്കുന്നത് വലിയ ഭാഗ്യമാണെന്ന് പൂന്താനം പറയുന്നുണ്ട്. ഭാരതഭൂമിയിൽ ജനിക്കുക. പിന്നെ നമ്മൾ ഭാരതഭൂമിയുടെ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പിന്നെ ചരിത്രം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഒരു 14-15 നൂറ്റാണ്ടുകളിലൊക്കെ ദക്ഷിണ ഭാരതത്തിൽ വളരെ വലുതായിട്ടുള്ള ഭക്തി മൂവ്മെന്റ് പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. ഭക്തി പ്രസ്ഥാനം നമ്മളത് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ദക്ഷിണ ഭാരതത്തിൽ അനേകം നദികളുണ്ട്. കാവേരി, താമ്രപർണി, തമിഴ്നാട്ടില് താമ്രപർണി, കാവേരി, ഈ തെന്നിന്ത്യൻ രാജ്യങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്സ്, അതിലൊക്കെ ഈ നദികള് ഒഴുകുന്ന നദികള് കാവേരി, താമ്രപർണി, കൃതമാല എന്ന് പറഞ്ഞാൽ അത് ഘൃതമാലയാണെന്ന് പറയുന്നു. ഘൃതം എന്ന് പറഞ്ഞ നെയ്യാറാണ് എന്ന് പറയുന്നു ഘൃതം. അതിന്റെയൊക്കെ തീരത്ത് ധാരാളം ഭക്തന്മാരുണ്ടായിട്ടുണ്ട്. പുണ്യം പ്രതീചിയും, പ്രതീചി എന്ന് പറഞ്ഞ പടിഞ്ഞാറാണ്. പടിഞ്ഞാറോട്ട് ഒഴുകണ ഒരു നദി, നിളാനദി, ഭാരതപ്പുഴ. ആ ഭാരതപ്പുഴ, കാവേരി, താമ്രപർണി, ഘൃതമാല അല്ലെങ്കിൽ നെയ്യാറ്, ഇതിന്റെയൊക്കെ തീരങ്ങളിൽ ധാരാളം ഭക്തന്മാര്. അനുഭവം ശരിയാണ്. എത്രയോ ഭക്തന്മാരെ എടുത്താൽ ഈ നദികളുടെ തീരത്ത് എത്രയോ പേരുണ്ടായിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ വലിയ പാട്ടുകാരായിരിക്കും, ചിലരൊക്കെ വലിയ അന്ധന്മാരായിരിക്കും. എന്തൊക്കെയാണെങ്കിലും അവരൊക്കെ ഭഗവാനെ അത്രയധികം ഹൃദയത്തിൽ സ്ഥാപിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയൊക്കെ ഉള്ള നദികളുടെ ഒക്കെ അടുത്തായിട്ട് തന്നെ, കാരണം ചന്ദനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് മേൽപ്പത്തൂർ ആചാര്യൻ ജനിച്ചത്. അത്
ഈ നദികളുടെ ഒക്കെ അടുത്തൊക്കെ തന്നെയാണല്ലോ ഞാൻ. നിളാനദിയുടെ എത്ര അടുത്താണ്. അങ്ങനെയുള്ള ഞാന് എന്റെ ഉള്ളില് അല്പസ്വല്പം ഭക്തിരസം കിട്ടിയിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള വകയ്ക്കും സ്വന്തം നിലയ്ക്കും ഗുരുവിൽ നിന്ന് ലഭിച്ചതും അച്യുത പിഷാരടിയിൽ നിന്ന് ലഭിച്ചതും ഒക്കെ ആയിട്ട് ധാരാളം ഭക്തിഭാവം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇനി എന്നെ ആശാപാശം കൊണ്ട് ലൗകികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ആശ കൊണ്ട് കെട്ടിയിട്ട് എന്നെ ഭ്രമിപ്പിക്കരുതേ ഭഗവാനെ. ഞാൻ അവിടുത്തെ വേണ്ട പോലെ സേവിച്ചു കൊള്ളട്ടെ. ഞാൻ അവിടുത്തെ വേണ്ട പോലെ സേവിച്ചിട്ട് എന്റെ ജീവിത ഉദ്ദേശം സഫലമാക്കണേ. എന്റെ ഭക്തി സേവ അതിനൊക്കെ പൂർണ്ണത അണച്ചു തരണേ ഭഗവാനെ. പൂരയ ത്വന്നിഷേവാം, അതിനൊക്കെ പൂർണ്ണത അനുവദിച്ചു തരണേ ഭഗവാനെ, കനിഞ്ഞു തരണേ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കലികാലത്തിനെ പറ്റിയിട്ട് ഭാഗവതത്തിലെ തുടക്കത്തിൽ ഒരു ഭക്തിദേവി ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പരീക്ഷിത് രാജാവ് കലിയെ ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യാതിരുന്നത്? അപ്പൊ അതിന് കാരണം എന്താ വെച്ചാൽ പരീക്ഷിത് രാജാവിന് നല്ല പോലെ സാരം ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. ഒരു മുള്ള് ഉള്ള പൂവില് പോയിരുന്നാലും ഒരു തേനീച്ച എന്ത് ചെയ്യും? ആ മുള്ളിന്റെ ഇടയിലുള്ള തേന് അത് ശേഖരിക്കും. സാരഗ്രാഹിയാണ് വണ്ടുകള്. അതുപോലെയായിരുന്നു പരീക്ഷിത്ത്. ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിമപകരുണം പ്രാങ് മഹീക്ഷിത് പരീക്ഷിത് ഹന്തും വ്യാകൃഷ്ടഗദ്ഘോപിന വിനിഹതവാൻ സാരവേദി ഗുണാംശാത് ത്വത്സേവാദ്യാശു സിദ്ധ്യേത് അസദ് ഇഹ ന തഥാ ത്വത്പരേ ചൈഷ ഭീരുർ യത്തു പ്രാഗേവ രോഗാദിഭിരപഹരതേ തത്ര ശിക്ഷയൈനം. പരീക്ഷത്തിന്റെ കാൽക്കല് കലി വന്ന് വീഴുന്നുണ്ട്. പരീക്ഷിത്ത് ആ സമയത്ത് കൊല്ലാൻ വേണ്ടി പുറപ്പെടും. വാൾ ഊരിയെടുക്കും. പിന്നെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, തന്റെ കാൽക്കൽ വന്ന് വീണിട്ട് അഭയം പ്രാപിച്ചതാണ്. രണ്ടാമത്തെ കാരണം ഇത് ഈ കാലത്ത്, കലികാലത്ത് ഭഗവാനെ ആരാധിച്ചാൽ, ഏത് രൂപത്തിൽ ആരാധിക്കുക? സങ്കീർത്തനം കൊണ്ട് ആരാധിച്ചാൽ തന്നെ നമ്മളുടെ ഉപാസന അതിന്റെ സാഫല്യത്തിലെത്തും. ഇത് കണ്ടിട്ട്, ഈ ഗുണാംശം കണ്ടിട്ട് ദ്രോഹിയാണെങ്കിലും കൊല്ലണ്ട ആളാണെങ്കിലും കലിയെ പരീക്ഷിത്ത് വെറുതെ വിടുകയാണ്. കാരണം പരീക്ഷിത്ത് സാരമറിയുന്നവനാണ്. ഗുണാംശം കണ്ടിട്ട് വെറുതെ വിട്ടു. പക്ഷേ ഈ കലിക്കൊരു സ്വഭാവമുണ്ട് ഭഗവാനെ. മേൽപ്പത്തൂർ ആചാര്യൻ പരാതിയായിട്ട് പറയാണ്, ഒരു സ്വഭാവമുണ്ട്. അതെന്താണെന്ന് വെച്ചാല്, ഭയമാണ് അദ്ദേഹത്തിന് ഭക്തന്മാരുടെ അടുത്ത് പോവാൻ പേടിയാണ് കലിക്ക്. അപ്പൊ എന്ത് ചെയ്യും? ഒരാള് ഭക്തനാവാൻ പുറപ്പെടുമ്പോ തന്നെ ആ ഭക്തിയിൽ തടസ്സം ഉണ്ടാക്കും. അയാൾ ഭക്തനായി തീരരുത് എന്നുള്ളത് കലിയുടെ ആവശ്യമാണ്. അതുകൊണ്ട് അതിപ്പോ അദ്ദേഹത്തിന് തോന്നാൻ കാരണം എന്താ വെച്ചാല്, ഇപ്പൊ അവിടെ ഇരുന്ന് ഭജിക്കുന്ന സമയത്ത് രോഗം തന്നെ ആക്രമിക്കുന്നുണ്ട്. തനിക്ക് ഈ രോഗം തരുന്നത് കലിയാണ്. ഞാൻ ശ്രദ്ധിക്കരുത്, ഭഗവത് ഭജനയിൽ ഞാൻ ശ്രദ്ധിക്കരുത് എന്ന് വിചാരിച്ചിട്ട് എന്നെ ഇങ്ങനെ അലോസരപ്പെടുത്താൻ, ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കലി തന്നെയാണ് എൻ്റെ അടുത്ത് വരുന്നത് എന്നുള്ളതാണ് സൂചന. അങ്ങനെയുള്ള കലിയെ ഹേ ഭഗവാനെ നിൽക്കണ്ട സ്ഥലത്ത് നിർത്തണേ. കലിക്ക് അങ്ങനെ ഇഷ്ടം പോലെ വിളയാടാൻ അവിടുന്ന് അവസരം കൊടുത്ത്. ഹേ ഗുരുവായൂരപ്പ, അങ്ങല്ലാതെ ആർക്ക് നിർത്താൻ പറ്റും കലിയെ? സ്ഥാനത്ത്, നിർത്തേണ്ട സ്ഥാനത്ത് അതവിടുന്ന് ചെയ്യണേ. അതുകൊണ്ട് ഭജന ഞാൻ വേണ്ട പോലെ ചെയ്യട്ടെ. പിന്നെ 9ാമത്തെ ശ്ലോകം വളരെ വിശേഷപ്പെട്ടതാണ്. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജ പരപുരുഷ തദൈകാദശീ നാമവർണ ഏതാന്യഷ്ടാപ്യയ അഷ്ടാപി അയത്നാന്യയി കലി സമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിധതു ഋഷയ സ്തേഷു മാം സജ്ജയേധാം. 8 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഗംഗാ നദിയിൽ സ്നാനം ചെയ്യുക, ഗീത പഠിക്കുക, പാരായണം ചെയ്യുക, ജീവിതത്തിൽ പകർത്തുക, ഗായത്രി മന്ത്രം ഉരുവിടുക, തുളസിയെ പൂജിക്കുക, തുളസി വേണ്ട പോലെ തുളസിയെ വർദ്ധിപ്പിക്കുക, തുളസിയെ പൂജിക്കുക, വെള്ളം ഒഴിക്കുക, പൂജിക്കുക, തലയിൽ ചൂടുക, അതും പ്രസാദമായിട്ട് സ്വീകരിക്കുക, ഗോപികാ ചന്ദനം ധരിക്കുക,
പിന്നെ സാളഗ്രാമം, നമുക്ക് ഗണ്ഡകി നദിയിൽ നിന്നൊക്കെ കിട്ടുന്ന സാളഗ്രാമം വിഷ്ണു ആണ് സങ്കല്പിച്ച് നമ്മൾ പൂജിക്കുന്നുണ്ടല്ലോ. സാളഗ്രാമാഭിപൂജ പറഞ്ഞ അതുകൊണ്ട് സാളഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മള് ഏതെങ്കിലും ശിലയിലോ ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടു എങ്ങനെയൊക്കെ ഭഗവാനെ സങ്കല്പിക്കാം എന്നുള്ളത്. അങ്ങനെ പൂജ ചെയ്യുക. അങ്ങനെ ഏകാദശി നോൽക്കുക. ഇതൊക്കെ ചെയ്യുന്ന ഈ 8 കാര്യങ്ങള് ഭഗവാന്റെ പ്രീതി എളുപ്പം നമുക്ക് തരുന്നതാണ്. ഈ കലി സമയത്ത് ഭഗവാന്റെ പ്രസാദം ഇതുകൊണ്ടൊക്കെ വളരും. ഇതിൽ എനിക്ക് ശ്രദ്ധ ഉണ്ടാവണേ ഭഗവാനെ, ഇതിൽ നിന്ന് എന്നെ നിഷ്കാസിതനാക്കരുതേ. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ദേവർഷീണാം പിതॄണാം അഭിന പുനർഋണി കിങ്കരോ വാസഭൂമൻ യോസൗ സർവാത്മനാ ത്വം ശരണമുപഗത സർവകൃത്യാനി ത്വാ തസ്യോത്പന്നം വികർമാപ്യഖിലം അപനുദസ്യേവ ചിത്തസ്ഥിതസ്ത്വം തന്മേ പാപോത്ഥതാപാൻ പവനപുരപദേ രുന്ധി ഭക്തിം പ്രണീയ. മനുഷ്യൻ ജനിക്കുന്നത് 3 കടത്തോടു കൂടിയാണെന്ന് പറയും. ദേവർഷിമാർക്ക് പൂജ ചെയ്തുകൊണ്ട് ദേവന്മാരോടുള്ള കടം തീർക്കണം. ഋഷിമാരോട് ശാസ്ത്രം അധ്യയനം ചെയ്തിട്ട് ഋഷിമാരോടുള്ള കടം തീർക്കണം. പിന്നെ പിതൃക്കൾക്ക് ബലി സമർപ്പിച്ചിട്ടും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കുട്ടികൾക്ക് അടുത്ത തലമുറയെ സൃഷ്ടിച്ചിട്ടും കുട്ടികൾക്ക് ജനനം കൊടുത്തിട്ടും ഒക്കെ പിതൃക്കളോടുള്ള കടം തീർക്കണം. ഈ 3 കടങ്ങളും സാധാരണ ഒരാൾക്ക് തീർക്കണം. പക്ഷെ അവിടുത്തെ അടുത്ത് ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കൂ. എന്നാലും ആ വ്യക്തിയുടെ കടങ്ങളെ ഭഗവാൻ ഇല്ലാതാക്കും. ഭഗവാൻ അതിനെ ക്യാൻസൽ ചെയ്യും. ആ കടത്തിനെ ഇല്ലാതാക്കും, എഴുതി തള്ളും. അതുകൊണ്ട് ഭഗവാനെ എപ്പോഴും ഞാൻ ഭഗവാനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കണേ. ധ്യാനിച്ചു കൊണ്ടിരിക്കാനുള്ള ഇട എനിക്ക് ഉണ്ടാവണേ. എന്റെ പാപം നിമിത്തം എനിക്ക് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എനിക്ക് അതിൽ നിന്ന് എനിക്ക് മോചനം തരണേ. അവിടുത്തെ അനുഗ്രഹം മാത്രമേ എനിക്ക് ശരണമായിട്ടുള്ളൂ. അവിടുത്തേക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഹേ ഭഗവാനെ അവിടുന്ന് എന്നെ രക്ഷിക്കണേ. 100 ദിവസമാണ് ഓരോ ദിവസമായിട്ട് ഓരോ ദശകങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇതിപ്പോ 92ാമത്തെ ദശകമാണ്. ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ മേൽപ്പത്തൂർ ആചാര്യന് അവിടെ ഇരുന്ന് എഴുതാനുള്ളൂ. അതിനുശേഷം പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോവും. വലിയൊരു ഭക്തനായിട്ട് അത് കഴിഞ്ഞിട്ട് അനേകം ഭക്തി കാവ്യ കൃതികൾ അദ്ദേഹം രചിച്ചു. 86 വയസ്സുവരെ, ചിലർ അതിലും കൂടുതൽ പറയുന്നുണ്ട്. 86 വയസ്സുവരെ എന്തായാലും ചരിത്രകാരന്മാർ പറയുന്നു പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ട് യശസ്സോടു കൂടിയിട്ട് ജീവിച്ചു. അങ്ങനെയുള്ള ഭഗവാനെ നമുക്കും ഇവിടെ പ്രാർത്ഥിക്കാം. പറഞ്ഞതൊക്കെ ഭഗവാന്റെ കാൽക്കല്. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഹരി ഓം.